വീണ്ടും US വ്യോമത്താവളങ്ങളിൽ ഇറാന്റെ സംഹാര താണ്ഡവം നടന്നിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. US കേന്ദ്രങ്ങളിൽ നാശം വരുത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരേസമയം 3 ആക്രമണങ്ങളിലൂടെ US സൈന്യത്തിന് തങ്ങളുടെ നാവികസേന കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചതായി ഇറാന്റെ IRGC ഇപ്പോൾ അവകാശപ്പെടുകയാണ്. ബഹ്റൈനിലെ അൽ സഖീർ വിമാനത്താവളത്തിലെ USന്റെ ഡ്രോൺ അറ്റകുറ്റപ്പണികളും അവരുടെ മറ്റ് മെയിൻ്റെനൻസ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രദേശം വീണ്ടും തങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. IRNA വാർത്താ ഏജൻസി നടത്തിയ പ്രസ്താവനയിൽ പറയുന്നു ഇത് അവരുടെ നാശത്തിന് കാരണമായെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തിയത്. ബഹ്റിനിലെ സൽമാൻ തുറമുഖത്തുള്ള US നേവി ടാസ്ക് ഫോഴ്സ് 59 കപ്പൽ തയ്യാറെടുപ്പ് ഷെട്ടുകളിൽ ആക്രമണം നടത്തി നാശവും കനത്ത നാശനഷ്ടവും വരുത്തിവെച്ചു. കുവൈറ്റിൽ അരിഫ് ജാൻ ബേസിലെ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് ഷെഡുകൾ തീയിട്ട് പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് IRGC പറയുന്നു. ഇറാനിൽ കുറച്ച് മിസൈലുകളും ഡ്രോണുകളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും യുദ്ധം വർഷങ്ങളോളം നീണ്ടുനിന്നാൽ അവസാന ദിവസം വരെ ഇറാന്റെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അവകാശപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പുതിയൊരു തരംഗത്തെ വ്യോമ പ്രതിരോധം നേരിടുന്നുണ്ട് കുവൈറ്റ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പാപകരമായിട്ടുള്ള ഇറാനിയൻ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് കുവൈറ്റ് നിലവിൽ പറയുന്നത്. യോഗ്യതയുള്ള അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരോടും ദയയോടെ അഭ്യർത്ഥിക്കുന്നുവെന്നും കുവൈറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ നിലവിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.